നിൽക്കൂ. വേണ്ട, എനിക്കിഷ്ടമല്ല. ഫോട്ടോയിൽ എന്നെ കണ്ട ഒരു രസവും ഇല്ല, നേരിട്ടും രസമില്ല, അതും എനിക്കറിയാം. എന്താ ഈ വഴിക്ക്? ഓരോ ദിവസം ഓരോ വഴിക്ക് വെറുതെ. ഏത് നേരം കാട്ടിലലഞ്ഞ് നടക്കാണെന്നല്ലേ പറഞ്ഞു കേട്ടത്? വീട്ടിലിരുന്നിട്ട് എന്താ വിശേഷം? ആളും മനുഷ്യരും ഇല്ലാത്ത കാട്ടിലെന്താ വിശേഷം? അതാ അത് മഞ്ഞക്കിളി, അതാ അത് പുല്ലുണ്ണിക്കിളി. നോക്കൂ, ബേർഡ് വാച്ചിങ് ഇപ്പൊ ഒരു ഫാഷനുള്ള ഹോബിയാണ്. ഹോബിയായിട്ടൊന്നുമില്ല. പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും ഒരു ഹോബി വേണമെന്നല്ലേ വെപ്പ്. ഇരിക്കട്ടെ. എന്താ മോനേട്ടന്റെ? ചാപ്പാട്. എന്നും അതാണ് മെയിൻ ഹോബി. എന്റെ ശരിക്കുള്ള ഹോബി പറഞ്ഞാൽ ഇതല്ല. പറയാതെ തന്നെ അറിയാലോ, കിറുക്കുകൾ പറയൽ. ഇന്ന് പുതിയൊന്നും തോന്നില്ലേ? ഇനി ഇനി ആരോടൊന്നും പറയില്ല ഞാൻ. തോന്നിയാ തന്നെ. ഉള്ളില് ദേഷ്യമായിട്ടാ പോയത് അല്ലേ? ശൈലി ചേച്ചി പറഞ്ഞു. എന്തിനു ദേഷ്യം? എനിക്ക് ദേഷ്യം തോന്നിയെന്ന് പറഞ്ഞോ? നിന്റെ ശൈല ചേച്ചിക്ക് എന്താ പറയേണ്ടത്? ആ, ധർമ്മബോധം കുറച്ച് കമ്മിയാ, അത്രേ ഉള്ളൂ കുഴപ്പം. ആ, പക്ഷി നിരീക്ഷണം കഴിഞ്ഞെങ്കിൽ വാ, വീട്ടിൽ പോവാം. അമ്മയുടെ പഴയ ഫ്രണ്ടിന്റെ മകളോട് സംസാരിച്ചില്ല, ശരിക്ക് കണ്ടില്ല എന്നൊക്കെ അച്ഛനോട് പറയുന്നത് കേട്ടു. അതാ എനിക്കുള്ളൊരു വിശേഷം. പലപ്പോഴും ഞാൻ മുമ്പിൽ നിന്നാലും ആളുകൾ എന്നെ കാണില്ല. അതൊരു ഭാഗ്യല്ലേ? അങ്ങനെ ആവാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. ഇൻവിസിബിൾ. എന്റെ അച്ഛനെ പറ്റി വല്യച്ഛനും വല്യമ്മയും പറയുമ്പോ അങ്ങനെ കുറ്റമൊന്നുമല്ല. എന്നാലും ഞാൻ അടുത്ത് നിൽക്കണുണ്ടെന്ന് കുറെ കഴിയുമ്പോഴാ അവർക്ക് ഓർമ്മ വരിക. വരുന്നില്ലേ? പിന്നെ വരാം, അവരൊക്കെ അങ്ങോട്ട് വരുമ്പോ. ഇന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ എന്തോ നാടകം ഉണ്ടല്ലോ. അച്ഛനെ വന്ന ഉടനെ ഒരു ഫാമിലി ടിക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ, അവിടെ വന്നിട്ടുണ്ടാവും. ഏയ്, അവിടെ പിരിവുകാരോ? നന്നായി. ഒറ്റ മനുഷ്യനെടുക്കില്ല, വല്യച്ഛനെ പേടിച്ചിട്ട്. എന്നാ ശൈലജ അനുവിനെയും വിളിച്ചോ, നമുക്ക് പോയി കളയാം. നാടകം ഇഷ്ടല്ലേ? എനിക്ക് സിനിമയെക്കാളും നാടകം ഇഷ്ടം, പക്ഷേ ഞാനില്ല. പിന്നെ അനുവിനെയും കൂട്ടണ്ട. ശൈല ചേച്ചിക്കൊന്ന് കൈ പിടിക്കണമെന്നോ സ്വകാര്യം പറയണതിന്റെ ഇടയിൽ പതുക്കെ ഒന്ന് രണ്ടാളാവുന്നതാ സൗകര്യം. അതല്ലേ ശരി?